തെരഞ്ഞെടുപ്പിൽ BJP വരണം. NDA സഖ്യം ജയിക്കണം. BJP ജയിക്കും, അധികാരത്തിൽ വരണം. BJP വരും, തീർച്ചയായും വരും. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല. തെരഞ്ഞെടുപ്പിൽ BJP വരണം. BJP വരാനുള്ളത്. കേന്ദ്രമൊക്കെ ഭരിക്കണത് BJP അല്ലേ? അല്ല മറ്റുള്ളവരുടെ ഭരിച്ചിൽ ഇവിടെ എന്ത് ചെയ്യാൻ? ഇവിടെ ആരെ ഇവിടെ എന്ത് ചെയ്യാൻ? ഇടതുപോട്ട് ഭരിച്ചിട്ടിരുന്നിട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മോശപ്പെട്ട പൊതുജനങ്ങൾ പറയണത് അങ്ങനെ തന്നെ, മോശപ്പെട്ട ഭരണമാണ് അതന്നെ പറയാനുള്ളത്. തെരഞ്ഞെടുപ്പില് NDA സഖ്യം ജയിക്കണം. BJP ജയിക്കും, അധികാരത്തിൽ വരണം. മോശമായ അഭിപ്രായം, വളരെ മോശം. BJP ഭരണസമിതി വരണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അത് ഇടതുപക്ഷം തന്നെ വരും. കോർപ്പറേഷനിൽ ഇടതുപക്ഷം തന്നെ വരും. ശാസ്ത്രമംഗലത്ത് ഒറ്റയായിരുന്നു. BJP വരും, തീർച്ചയായും വരും. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല. ഞാൻ കാര്യത്തിൽ പറഞ്ഞു, BJP വരും. നമ്മളെ കോർപ്പറേഷനിലായാലും വരും. ശാസ്ത്രമംഗലത്ത് എനിക്ക് വോട്ട് ശാസ്ത്രമംഗലത്താണ്. എന്നാൽ അവിടെ ശ്രീരാജ ജയിക്കും. ഇവിടെ BJP ജയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. നമ്മൾ എപ്പോഴും ഇവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. നമ്മളെ ഈ ചാടിയേറെ ഏറിയ ഇങ്ങോട്ടൊക്കെ ഉള്ള കംപ്ലീറ്റ് ന്യായമായ എല്ലാം ജയിക്കുക. ഒന്നും പറയാനല്ല, അവരിനിപ്പോ അങ്ങനെയൊക്കെ എല്ലാം അറിയാന്നുള്ള വരികയെന്ന് പറയുന്നില്ല. നമ്മളെ കച്ചവടക്കാരല്ല, നമ്മൾ പറയാൻ തരികയല്ല. ഇപ്പൊ 6 ഭരണസമിതി എനിക്ക് വരാൻ പോകുന്നത്. അതിപ്പോ പറയാൻ നമുക്ക് തന്നെ BJP വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. അത്ര നമുക്കറിയാവും. തീർത്ത് പറയാൻ പറ്റും, വാങ്ങിക്കൂടാന്നില്ല. എങ്കിലും ഇപ്പോഴും നോക്കിയിട്ട് BJPക്കാണ്. നമ്മളെ ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കിയിട്ട് LDFനാണ് ചാൻസ്. അവരാണ് ഇപ്പോഴത്തെ എല്ലാ രീതിയിലും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് കുറേ താല്പര്യമുണ്ട്. പെൻഷനും മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ ഒരു മന്ത്രിസഭയാണ് LDFന്റെ. അവർ തന്നെ വീണ്ടും വരും എന്നുള്ളതാണ്, വരണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇതിപ്പം നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടിനെ സഹായിക്കുന്ന ആരോ അവർ മുന്നോട്ട് വരണമെന്നാണ്. ആഗ്രഹം. അയ്യോ, അതിനൊന്നും പറയാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാടിനെ കൂടെ നശിപ്പിച്ചു ഉള്ള കാര്യം പറയാം. നമ്മളെ നാടിനെ കൂടെ കുട്ടിച്ചോറാക്കിയാ പോയത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഭരണസമിതി ഇപ്പം BJP പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പിടിക്കുമെന്നാണ്. ഇതിപ്പോൾ 45 വർഷകാലമായി നമ്മുടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ വരും. ഞാൻ CPM കാരനല്ല, എന്നാലും പറയാം. കോൺഗ്രസ് വരുന്നതാണ് സാധ്യത. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ അത് ആയതുകൊണ്ടാണ്. മെയിനായിട്ട് അയ്യപ്പൻ കോലിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മൊത്തത്തിലുള്ള ചർച്ചയാണ്. എൻ്റെ അല്ല, മൊത്തത്തിലുള്ള ഒരു ചർച്ചയാണത്. വളരെ മോശം അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ആ ബസ്സിൽ തന്നെ അന്ന് പ്രശ്നം ഉണ്ടായി എടുത്ത് വീണ്ടും അത് വന്നല്ലോ. ഒരു ഡ്രൈവറെ മോശമായ രീതിയിൽ സംസാരിച്ച് എന്നുള്ളതാണ്. ഇവിടെ LDF വരും. ഇവിടെ ഒന്നല്ല, കേരളത്തിൽ തന്നെ LDF തന്നെ മൊത്തത്തിൽ. അല്ലാതെ ഒരു മാറ്റമില്ല. അത്രയും നല്ല കാര്യമാണ് LDF ഇവിടെ പറയുന്നത് ചെയ്യുന്നവരാണ്. അതിൽ നമുക്ക് വിശ്വാസമുണ്ട്. എല്ലാ ആട്ടോക്കാർക്കും വിശ്വാസമുണ്ട്, എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. തൊഴിലാളികളെല്ലാം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്, LDFന്റെ കൂടെ. ഇലക്ഷൻ ആര് ജയിക്കാൻ സാധ്യത? തിരുവനന്തപുരം ഞങ്ങൾ ഇവിടുത്തെ ആരല്ല. ഒന്നാമത്തെ ഞങ്ങൾ കാട്ടാക്കടയാണ്. നമ്മളെ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. അതെ, നമ്മളെ വോട്ട് കമ്മ്യൂണിസ്റ്റാണ്. ഇവിടെ LDF അധികാരത്തിൽ വരുന്നതാണ് കോർപ്പറേഷൻ. ആര്യരാജേന്ദ്രന്റെ ഭരണത്തെ കുറിച്ച് പറയുമ്പോഴേ ആര്യരാജേന്ദ്രൻ ഒരു ഡെമ്മീന്നൊക്കെയാണ് പറയണത്. കുഴപ്പമില്ല. CPIM, LDF. പിണറായി വിജയനാണ് നമ്മൾ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി. മാത്രമല്ല, നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യും, ജനങ്ങൾക്ക് ഉപകാരപ്രദം. എന്നെ പോലെ ഞാനൊക്കെ പാവപ്പെട്ട ഒരാളാണ്.
വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ലാതെ ഇത്തരം കടകളൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾക്ക് PWD അവരവരൊക്കെ എടുത്തു മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ആശ്വാസമായി നിന്നിട്ടുള്ളത് ഇവിടുത്തെ മേയറും നമ്മുടെ ഭരണകൂടവും ഒക്കെ തന്നെയാണ്. പിന്നെ പഠിക്കുന്ന കുട്ടിയായാലും ഫീസ് ബുദ്ധിമുട്ടൊന്നും അറിയാതെ പഠിക്കാനുള്ളതും എല്ലാം മൊത്തത്തിലൊരു എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് LDF വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാലും നഗരസഭയെ നമ്മൾ പറയുകയാണെങ്കിൽ BJP വരും എന്നൊക്കെ പറയുന്നു. ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. എന്നാലും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടങ്ങളാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് തീർത്ത് പറയാം. ഈ ഇലക്ഷൻ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ഇവിടെ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല പോരിൽ നിൽക്കുകയാണ്, 3 പേര് ഒന്നുപോലെ നിൽക്കുകയാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ ഒക്കില്ല. അധികാരത്തിൽ വരാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ചിലപ്പോൾ പല സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് പെൻഷനൊക്കെ തരുന്നുണ്ട്. കോൺഗ്രസ് പറയുകയാണെങ്കിലും പെൻഷൻ ചിലപ്പോൾ തരാൻ സാധിക്കില്ല. നഗരസഭ ഈ പ്രാവശ്യം LDF പിടിച്ചിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. LDF ഭരണം വരുള്ളൂ.